ഞാനും നിങ്ങളും എന്ത് പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പഠിച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം എങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ? ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലെ പഠിച്ചവര് എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. എങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമിന്റെ ചരിത്രം അറിയുമല്ലോ, ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ, അബൂ ഹുറൈറയുടെ ചരിത്രം അറിയുമല്ലോ. പഠിച്ചവനെ, എത്രയോ സഹാബത്ത് പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും നബിയേ? എത്രയോ പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞല്ലോ, എത്രയോ പേരെ കൊന്നുകളഞ്ഞല്ലോ. ആകവേ എല്ലാവരും പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് പരാതി പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു പറയണം? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ ഇബ്ലീസ് വന്നിട്ടല്ലേ ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നാട് വിടാൻ പോകുന്നു എന്ന് ഇബ്ലീസ് വന്ന് പറയുമ്പോ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവര് എല്ലാവർക്കും പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനാ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പൗരത്വം എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനു മനുഷ്യ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ വെറുതെയല്ല പറഞ്ഞു തന്നത്. അൻസാരിയായ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിരീങ്ങളായ സ്വഹാബത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങള് ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞതല്ല, കേട്ട് സുഖിക്കാൻ പറഞ്ഞതല്ല. എടാ, നാളെ നിനക്കും ഇത് കടന്നു വരാനുണ്ട്, നീ തയ്യാറെടുത്തോ, നീ ഒരുങ്ങിക്കോ. ഇതൊക്കെ പഠിച്ച് നിന്റെ ഈമാനിനെ ഉറപ്പിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല, ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ എഴുതി വെച്ചതല്ല, ചരിത്രങ്ങളെ വായിക്കുന്നത് പോലെ വായിച്ച് കളയാറല്ല. ഇതൊക്കെ നിനക്ക് പാഠമാ സഹോദരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തിരിക്കുകയാണ്. അലിയാര് തങ്ങൾ മുത്തുനബിയുടെ കൂടെയുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയ മുത്തുനബിയുടെ തല വെട്ടി മുറിക്കാൻ ഒരു പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ മുഴുവനും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് എല്ലാ ശത്രുക്കളും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ വീട് വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ആദ്യം നീ വിശ്വാസിയാകടാ, ആദ്യം നീ ഈമാനുള്ള മനുഷ്യനാകൂ. പ്രായം കുറെ നിനക്കായില്ലോ, 40, 50, 60 കൊല്ലം കൊണ്ട് മുസ്ലിമായി നിസ്തരിച്ച് ജീവിക്കുന്നവനല്ലേ. അല്ലാഹുവിന്റെ മുന്നിൽ
സുജൂദ് ചെയ്യുന്നവനല്ലേ, നിനക്ക് ഇതുവരെ ഈമാൻ ഉറച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, മുത്തി നബിയേ, ശത്രുക്കൾ വീട് വലയം ചെയ്തിരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? അങ്ങ് യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തല്ലേ. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ റബ്ബല്ലേടാ ചങ്ങാതി. എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ഖുർആനിലെ ആയത്തോതിയിട്ട് ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി നടന്നു പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും രാത്രി മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അതാ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, അലിയേ, നിനക്ക് പേടിയുണ്ടോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നിനക്ക് കടക്കാൻ കഴിയുമോ? അലിയാരിതങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് എന്തിനാ നബിയെ പേടിയുള്ളത്? ഞാൻ കടക്കാൻ നബിയോ, ഞാൻ കടക്കാൻ നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ കവാടം തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരുകയാ. ആറ്റം ബോംബായിരുന്നില്ല, AK-47 ആയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണാ വാരിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഒറ്റയേറാ. സുബ്ഹാനല്ലാഹ്, ഊരി പിടിച്ച വാളുമായിട്ട് മുത്തുനബിയുടെ വീട് മുഴുവനും വളഞ്ഞിരുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടിയില്ലടാ ചെറുപ്പക്കാരാ. മുത്തുനബി അവന്മാരുടെ കണ്ണിന്റെ മുകളിലൂടെ, അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ നെഞ്ചു വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടന്നല്ലോ. മുത്തുനബി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെയല്ലേ ഇറങ്ങിപ്പോയത്? ഒരാൾ പോലും ഒന്നും ചെയ്തില്ലല്ലോ, ഒരാൾ പോലും കണ്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതല്ലേടാ പടച്ചറബിനെ വിശ്വസിക്കുന്നവന് പടച്ചറബ് കൊടുക്കുന്ന സഹായമതാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച പടച്ചറബ് പിന്നെ നമ്മളെ കൈവിടൂലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂബക്കർ, നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ, നീ എന്റെ കൂടെ വരുന്നു? അബൂബക്കർ, യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ചുമലിൽ കേറി നബിയേ. അങ്ങ് നടക്കണ്ട, അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ചുമലിൽ കേറാറ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, അബൂബക്കർ, എല്ലാവരും പോകുന്ന വഴിയിലൂടെ നീ പോകണ്ട, എതിരെയുള്ള വഴിയിലാണ് നടക്കാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലേറ്റി
കെട്ട് അബൂബക്കർ തങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നടന്നുപോയി. അവസാനം ശത്രുക്കൾ അപ്പോഴാണ് അറിയുന്നത്. അവര് തിരഞ്ഞു വരാൻ തുടങ്ങി. എനിക്കും നിങ്ങൾക്ക് ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ അവസാനം ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, കുടിക്കാൻ വെള്ളമില്ലല്ലോ. അല്ലാഹുവേ, അപ്പോഴല്ലേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ ഒരു സഹാബിയെ കണ്ടത്. അവിടുന്ന് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പടച്ചവനെ അതാ ഒരു ചെറിയ ആട്ടിൻകുട്ടി. അല്ലാഹുവേ, പാലില്ലാത്ത ഒരാട്ടിൻകുട്ടി. അല്ലാഹുവേ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു കറുക്കാര് ആടിന്റെ ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ അകടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാല് കൊടുത്ത ചരിത്രമൊക്കെ അറിയുമല്ലോ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ ആ ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോ അതാ ശത്രുക്കൾ അതാ ഗുഹയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ഉരിപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാറ്, അബൂബക്കർ ഞങ്ങളെ കൊല്ലാറ്. ശത്രുക്കൾ മുഴുവനും അതാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമ്പോ അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുകയാ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കുമ്പോ അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്. അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അബൂബക്കർ, എന്തിനാ നീ പേടിക്കുന്നത്? നബിയേ, അവരെങ്ങാണം അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ, അവരുടെ കണ്ണെങ്ങാണമെന്ന് താഴ്ന്നാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞത്, അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈമാനുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അവന്മാരുടെ കണ്ണ് കാലിലേക്ക് നോക്കണമെങ്കിൽ അല്ലാഹു വിചാരിക്കാതെ, അല്ലാഹു തീരുമാനിക്കാതെ അവർക്കതിന് കഴിയില്ലല്ലോ അബൂബക്കറെ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ പേടിച്ച് വിറച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ പടച്ചതും അല്ലയല്ലോ, മുടിയെ പടച്ചതും അല്ലയല്ലോ, സർവരെ പടച്ചതും അല്ലയല്ലോ, എല്ലാവരുടെ കാര്യം തീരുമാനിക്കുന്നതും അല്ലയല്ലോ. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നിന്റെ ഈമാൻ അളക്കാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചിന്തിക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ച് തന്നെയാ ജീവിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയാ. ശത്രുക്കൾ വല്ലാതെ കൂടുതലായിരുന്നു, വല്ലാത്ത പീഡനങ്ങളായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വന്ന് വലയം ചെയ്ത് നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഖുർആനിലെ ആയത്ത് ഓതി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോ നബിയെ. ഇത് പ്രവാചകന് മാത്രം പറഞ്ഞതല്ലോ, എനിക്ക് നിങ്ങൾക്കും കൂടെ പഠിക്കാനുള്ളതല്ലേ. ഈ ചരിത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകതയുള്ളത് പ്രത്യേകമാക്കിയിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്കും കൂടെ പഠിക്കാൻ ആ അല്ലാഹ് ഇന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റ ഏറ് എന്നിട്ടിറങ്ങി കണ്ണിന്റെ മുന്നിൽ കൂടെ നടന്നുപോയി. ഈ ചരിത്രം വെറുതെ എഴുതി വെച്ചതാ? ഈ ചരിത്രം വെറുതെ എഴുതി വെച്ചതാ? ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോ
ശത്രുക്കൾ മുകളിൽ നിൽക്കുക, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കാം. അപ്പോഴാ അബൂബക്കർ തങ്ങൾ പറയുന്ന, ആരാ അബൂബക്കർ? ലോകത്തുള്ള സർവ്വ മനുഷ്യന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു, എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറച്ചിട്ട് മുത്തുനബിയോട് ചോദിച്ചത്, നബിയെ, ഇവന്മാര് നമ്മളെ പിടിച്ചാ കൊല്ലൂലേ നബിയെ? ഇവന്മാരെന്നെ പിടിച്ചാ കൊല്ലൂലേ നബിയെ? മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുക. എന്തേ നബിയെ? പൊന്നാര ചങ്ങാതി, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? പൗരത്വ ബില്ലും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ കാക്കാമാരോട് ഞാൻ ചോദിക്കുക, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എടാ, ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഏതെങ്കിലും യുദ്ധമുണ്ടോ? ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ? ഇല്ല. ഇന്ന് ഇസ്ലാമിൽ നടന്ന ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, നമ്മൾ കുറവായിരുന്നു. എന്നിട്ട് ആരാ ജയിച്ചേ? നമ്മൾ തന്നെ ജയിച്ചേ. ബദറിൽ എത്ര ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ആയുധവും പിടിച്ചുകൊണ്ട് അള്ളാഹുബെ ബദറിന്റെ തലേ ദിവസം ഒട്ടകത്തിനെ ചുട്ട് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് ഡാൻസും കണ്ട് സുഖിച്ചുകൊണ്ടിരുന്നു. ഇപ്പുറത്തോ ഊരി പിടിച്ച വാടും മുട്ടിയ വയറും. അള്ളാഹ് ഒരു നല്ല കുന്തം പോലും ഇല്ല, ഒരു നല്ല വസ്ത്രം പോലും ഇല്ല. 313 പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയാ പറഞ്ഞ്? വെറുതെ ഇതൊക്കെ പറഞ്ഞെന്ന് അല്ല. ഇതൊക്കെ നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നു ചങ്ങാതി, ജനിച്ച ഒരു ദിവസം മരിക്കും. അതെവിടെ വെച്ചാണെങ്കിലും നല്ലതുപോലെ പോകാൻ വേണ്ടി ജീവിക്കുക. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. ഇനി ഇവന്മാരൊക്കെ എന്തൊക്കെ ചെയ്താലും അന്തിമ വിജയം നമുക്ക് തന്നെയാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദീനിനെ നിലനിർത്താൻ എനിക്കറിയാം. ആരൊക്കെട ഓന്തോടിയ എവിടെ വരെ ഓടാനാണ്? ഓന്തോടി എവിടെ വരെ ഓടും? ഇവന്മാർ ഓടട്ടെ, ഇപ്പൊ ഇവന്മാരുടെ സമയം, ഓടിക്കോട്ടെ, ഉയരട്ടെ. ഇവനൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ അള്ളാഹു ഇവന്മാർക്കൊക്കെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇവന്മാർ വിചാരിക്കും ഞാൻ അള്ളാന്ന്. പണ്ടൊരുത്തൻ അങ്ങനെ വിചാരിച്ചതാണ്. ഇപ്പൊ ഇവരുടെ കയ്യിലാണ് ഭരണം മുഴുവനും, കോടതികളും സർവ്വതും അവരുടെ കയ്യിലാണ്. അവരിപ്പോ ഇങ്ങനെ പോട്ടെ, ഇപ്പൊ അവരുടെ സമയം, അവരാഘോഷിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് വീഴുമ്പോ ആഘാതം വല്ലാത്തതാണ്. ഇവിടെ ഇതിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്ന പോലെ അല്ലല്ലോ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴണേ. അല്ല ഇങ്ങനെ പന പോലെ വളർത്തും, ശത്രുവിനെ പല പോലെ വളർത്തും. എന്നിട്ട് വലിച്ചു വാരി തലകീഴായിട്ടൊരു അടിയടിക്കും. അള്ളാഹു അത് കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയണ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് ചങ്ങാതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ ഉസ്താദ് അള്ളാഹ് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണേ? അല്ലേ? 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന ഏകദേശം 25 കോടി മുസ്ലിമീങ്ങൾ, ഏകദേശ കണക്കനുസരിച്ച് 27 കോടി മുസ്ലിമീങ്ങൾ. ഈ 27 കോടി മുസ്ലിമീങ്ങൾ, ബദരീങ്ങൾ 313 പേര് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചു. നമ്മൾ 27 കോടി മുസ്ലിമീങ്ങൾ ദുആ ചെയ്തിട്ട് അള്ളാഹ് സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തേ? ആരാ പറഞ്ഞ മുസ്ലിമാണെന്ന്? ആരാ പറഞ്ഞ്? പൗരത്വ ബില്ലിനെ പേടിക്കണ നീ, നിന്റെ വിശ്വാസം തന്നെ ശരിയല്ലല്ലോ. ഈമാൻകാരി അറിയാത്ത നമ്മൾ ഇനി ആരാപ്പാ? ഈമാൻകാര്യം പോലും അറിയാത്ത നമ്മളവന് തലകുത്തി ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അള്ളാഹ് ആരെന്നറിയോ? 313 സഹാബത്തിന്റെ ചരിത്രം പോകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫീൽ. ആനയെ കുറിച്ച് പറയുന്ന സൂറത്ത്. ഖുർആൻ വല്ലാത്ത മനോഹരമാ. ആനയെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, അള്ളാഹുവെ തേനീച്ചയെ കുറിച്ച്. ഖുർആന്റെ പേരെങ്ങനെ? സൂറത്തുൽ ബക്കറ. പശു, ഗോമാതാവിനെ കുറിച്ചൊരു ഖുർആനിൽ തന്നെ ഒരു സൂറത്ത്. നിങ്ങളായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ, പശുവിനെ കുറിച്ച് സൂറത്തുൽ ബക്കറ, പശുവിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ചോദിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. അല്ലാഹുവേ, അബ്രഹത്തിന്റെ ആനപ്പട. നമ്മളിവിടെ കിടന്നൊക്കെ തലകുത്തി കിടന്നിട്ട് കോടതിയുടെ വിധി നമുക്ക് ആവണേന്ന്, കണ്ണ് തുറക്കണേ എന്ന് നമ്മൾ തുറന്നു. നമ്മുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല, പിന്നല്ലേ കോടതിയുടെ കണ്ണ് തുറക്കാം. ഇവിടെ എല്ലാം 22-ാം തീയതി ആറ്റം ബോംബ് പൊട്ടും. അല്ലാഹുവേ, ഇപ്പൊ ഇങ്ങെന്തോ മഞ്ഞ സെൽവ ഇറങ്ങണ പോലെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് ദുആ ചെയ്തല്ലേ നമ്മളൊക്കെ. ആദ്യം നിന്റെ കണ്ണ് തുറക്കും, പിന്നെ കോടതിയുടെ കണ്ണ് തുറക്കും. ആദ്യം നമ്മൾ തുറന്നാലല്ലേ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളിപ്പോൾ വയൽ വെക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയും. ആദ്യം നമ്മുടെ കണ്ണാ തുറക്കണ്ടേ. വയലെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് എൻ്റെ പേടി മാറാനാ, അല്ലാതെ നിങ്ങളുടെ പേടി മാറാനല്ല. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് പേടിയുണ്ടെങ്കിൽ ആ പേടി പോകാനാണ് ഞാൻ വയൽ പറയുന്നത്. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ഒരു ആമീൻ പറഞ്ഞങ്ങാതി. ആരുടെ ആമീൻ അള്ളാഹ് കേൾക്കണമെന്നറിയില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ ആമീൻ കേട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു പോയി. ഒന്ന് ആമീൻ പറ. എനിക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, 313 സഹാബത്തിന്റെ ചരിത്രമൊക്കെ പോകട്ടെ.
അബ്രഹത്തിന്റെ ആനപ്പട, അല്ലാഹുവേ അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലാത്ത യുദ്ധമാണ്. അബ്രഹത്തിന്റെ ആനപ്പട പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് പടച്ചോൻ അബൂ താലിബോ അബ്ദുൽ മുത്തലിബോ ആരോ എനിക്ക് ഓർമ്മയില്ല, മുസ്ലിം പോലും അല്ലട്ടാ, 5 നേരം നിസ്കരിക്കണ താടിയുള്ള ആളൊന്നും അല്ല. അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം പൊളിക്കാൻ വന്നപ്പോ, അബ്രഹത്തിന്റെ ആനപ്പട പൊളിക്കാൻ വരുന്നത് കണ്ടപ്പോ പടച്ചവനെ അബ്ദുൽ മുത്തലിബോ അബൂ താലിബോ മുസ്ലിം അല്ല ആരുമാകട്ടെ, ഇവരിൽ ആരോ ഒരാള് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ഒരൊറ്റ ദുആ. എന്തേ ദുആ ചെയ്തെന്നറിയോ? ഇവിടെ മുസ്ലിം അല്ലെന്ന് നീ ഓർക്കണം. അള്ളാനെ കൊണ്ട് വിശ്വസിച്ച ഒരാളല്ല ആ മനുഷ്യൻ. കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ഇരുന്നിട്ട് ഒരൊറ്റ പറച്ചില്, കഅബയുടെ നാഥ നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. കഅബയുടെ റബ്ബിനോട് പറഞ്ഞ് നിന്റെ വീട് പൊളിക്കാൻ അബ്രഹത്ത് വരുന്നുണ്ട്, നിന്റെ വീടിനെ നോക്കാനുള്ള കാര്യം നിനക്കറിയാൻ, നോക്കിക്കൊള്ളാൻ. എന്നിട്ട് ആ ചങ്ങാതി അങ്ങ് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അബാബീൽ എന്ന് പറയുന്ന ചെറിയ പക്ഷികൾ വന്നിട്ടാ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച് കളഞ്ഞത്. ആ ചങ്ങാതിയുടെ ദുആ പോലും അള്ളാഹ് സ്വീകരിച്ച്, നമ്മുടെ സ്വീകരിക്കണില്ലെങ്കിൽ എന്തേ അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുക. ഒരു അള്ളാനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു സാധു. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് കഅബാലയല്ലേ? കഅബാലയമാണെങ്കിലും എല്ലാം അള്ളാഹ്നല്ലേ കേട്ടെ, എല്ലാം അള്ളാഹ്നല്ലേ കേട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാഠങ്ങൾ ഉൾക്കൊള്ളു, ബുദ്ധിയുണ്ടല്ലോ, ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പേടി അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്. നമ്മളല്ലാഹു ഭയപ്പെടുത്തും. നമ്മളൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോപ്പാ. ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ രാജാക്കന്മാരല്ലേ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്നു, പച്ചയ്ക്ക് ഇങ്ങനെ തല്ലിക്കൊല്ലുന്നു. ചോദിക്കുക, അതൊന്നും നമുക്ക് വന്നില്ലല്ലോ. അതൊക്കെ വരാൻ പോകുന്നില്ലേ ഉള്ളൂ, അതൊക്കെ തുടക്കമല്ലേ. ഇങ്ങോട്ട് എനിക്ക് അതൊക്കെ വരാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, പട്ടിണി തരും, വിശപ്പ് തരും. ഇതുവരെ വിശന്നിട്ടുണ്ടോ, പട്ടിണി കിടന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഞാൻ ഇപ്പോൾ ചോദിക്കണ മനസ്സിലാവണില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? ഞാനും നിങ്ങളും പട്ടിണി കിടന്നിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. എവിടെ ഇല്ലേ? അള്ളാഹുവേ എന്നാ തീറ്റിയ. റമദാൻ മാസം വരെ ആകെ പട്ടിണി കിടക്കുന്നത് റമദാൻ മാസമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് റമദാൻ മാസമാണ്. സാധാരണ മാസവും റമദാൻ മാസവും തമ്മിൽ പൊക്കിയാൽ നമ്മൾ 1 കിലോ സാധാരണ നോമ്പ് പിടിക്കുമ്പോൾ ശരീരം കുറയും. ഇപ്പോഴത്തെ നോമ്പ് പിടി കാരണം ശരീരം കൂടുക ചെയ്യുക. കാരണം സാധാരണ ദിവസമാണെങ്കിൽ 3 നേരം തിന്നും. നോമ്പുകാരനായി കഴിഞ്ഞാൽ രാവും പകൽ മുഴുവനും പട്ടിണി, രാത്രി മുഴുവനും തീറ്റിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പച്ചല തിന്ന ആരെങ്കിലും ഉണ്ടോപ്പ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് തിന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? നമ്മൾ തിന്നണ ഇല മറ്റേ എന്താ മല്ലി ഇല, പിന്നെ ഗൾഫ് അറബികളൊക്കെ തിന്ന ദഹിക്കാൻ വേണ്ടി. മട്ടനും ചിക്കനൊക്കെ വാരി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ആ ഇലയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല തിന്നതാരെന്നറിയോ? മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കൊല്ലം, ഒരു ദിവസമല്ല 3 കൊല്ലം ശിഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ പട്ടിണി കിടന്നത് 3 കൊല്ലവാ. അള്ളാഹുവിൻ്റെ റസൂലും തൻ്റെ കുടുംബവും ഭക്ഷണം ഇലകൾ പറിച്ചു തിന്നിട്ട് ഈ ആട് കാഷ്ടിക്കണ പോലെ കാഷ്ടിച്ച്. നമ്മൾ ആ പട്ടിണിയെ കുറിച്ച് പറയണ ദാരിദ്ര്യവും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് അവിടുത്തെ കുടുംബമൊക്കെ പറയുക, ഇങ്ങനെ നടന്നു പോകുമ്പോ വിശപ്പ് കാരണം കരയുടെ തേങ്ങൽ കേൾക്കാന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, ഇല പറിച്ച് കഴിച്ചിട്ട്, വൃക്ഷങ്ങളുടെ ഇല പറിച്ച് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കണ പോലെ, മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു 3 കൊല്ലവാ പട്ടിണി കിടന്ന്. അല്ലാഹു ആലം, നമുക്ക് ഒരു ദിവസം പോലും കിടക്കാൻ വയ്യ. നമ്മളപ്പോൾ ആലോചിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന പ്രവാചകൻ, വിശപ്പ് സഹിച്ച പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് നമുക്ക് ഇത് നിഅമത്ത് ആലോചിക്ക്. നമുക്കെങ്കിലും വല്ലതുണ്ടോ? അൽഹംദുലില്ലാ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ആലോചിക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഭയം തന്ന് പരീക്ഷിക്കും, അള്ളാഹു പട്ടിണി തന്ന് പരീക്ഷിക്കും, അള്ളാഹു സമ്പത്തും തകർത്ത് കളയും, സാമ്പത്തികമായിട്ടുള്ളതൊക്കെ തകർന്നു പോകും. എത്ര സത്യവാ ചങ്ങാതി. സാമ്പത്തികമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അത് അള്ളാഹു തരുന്ന പരീക്ഷണമാ.
അള്ളാഹു ചിലർക്ക് വാരിക്കോരി കൊടുക്കും, അള്ളാഹു മറ്റൊരു ചിലർക്കെല്ലാം നശിപ്പിച്ചു കളയും. അത് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം. അവൻ അള്ളാഹിനെ കുറ്റപ്പെടുത്തൂല, അവന് പണത്തിനെക്കാളും വലുത് അള്ളയാ. അള്ളാഹുവായ പടച്ചവനെ നിങ്ങൾ ചിന്തിക്ക്. നിനക്കിപ്പോ വീടും പറമ്പും ജാഗയല്ലാണ്ട്, എന്നാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ മുത്തുനബിയുടെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നമ്മളെല്ലാവരും വല്ലാത്ത പേടിയിലാണ്. അതേ പൗരത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ വീട് പോകുമല്ലോ, എന്റെ ജാഗ പോകുമല്ലോ, എന്റെ ബിൽഡിംഗ് പോകുമല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടുന്ന് സ്വഹാബികളോട് ശത്രുക്കൾ പറഞ്ഞതെന്നറിയുമോ? എടാ, മക്കയിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് വെറും കയ്യോടെ പോകടാ. എടാ, നിനക്ക് അള്ളയാണോ വേണ്ടത്? നിന്റെ ദീനാണോ വേണ്ടത്? പുതിയ മതമാണോ വേണ്ടത്? എങ്കിൽ നിന്റെ സർവ്വതും ഈ നാട്ടിൽ തന്നെ കളഞ്ഞിട്ട് പോകടാ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ, അവിടുന്ന് സ്വഹാബത്തുണ്ടല്ലോ, മുഹാജിരീങ്ങളുണ്ടല്ലോ, അവരുടെ വീടുണ്ടല്ലോ, അവരുടെ ഈന്തപ്പന തോട്ടങ്ങളുണ്ടല്ലോ, അവരുടെ വാഹനങ്ങളുണ്ടല്ലോ, പടച്ചവനെ സർവ്വതും മക്കയിൽ കളഞ്ഞിട്ട് 8 വസ്ത്രത്തോടു കൂടിയാടാ പോയത്. കാരണം അവർക്ക് അള്ളയായിരുന്നു വലുത്. അവർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വലുത് അള്ളയായിരുന്നു. അല്ലാതെ പണവോ വീടോ കൊട്ടാരങ്ങളോ ബിൽഡിങ്ങുകളോ കടകളോ സ്വർണവോ പണവോ ഇതൊന്നുമായിരുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണില്ലായിരുന്നടാ സ്വന്തമായിട്ട്. മുത്തുനബി മക്കയിൽ നിന്ന് പോകുമ്പോ പ്രവാചകന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. മുത്തുനബി അങ്ങനെയാ പോയത്. അല്ലാഹുവേ, ഇന്ന് നിന്റെ ചെറിയ കൂര കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞാ നിനക്ക് പേടി. എങ്കിലന്ന് നാട് കടത്തപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ കോടീശ്വരന്മാരാരെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ കോടീശ്വരനാണ് മിസ്അബ് എന്നറിയുമോ? മോനെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും ധരിക്കാറില്ല. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല. മിസ്അബ് ധരിച്ചുകൊണ്ടാ നടന്നിരുന്നത്. സ്വർണത്തിന്റെ വസ്ത്രം സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ലല്ലോ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചുകൊണ്ട് നടന്നിരുന്നത്. സുഗന്ധം വാങ്ങാൻ വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിയുമായിരുന്നു. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ. അല്ലാഹുവേ, മക്കത്തെ സുന്ദരികളായ പെണ്ണുങ്ങൾ വന്നിട്ട് നോക്കി നിൽക്കുമായിരുന്നു ഒരു വെട്ടമൊന്ന് കാണുന്നതിന് വേണ്ടി. ആ മക്കയുടെ പകുതിയും ആരുടേതായിരുന്നെന്നറിയോ? മിസ്അബിന്റെ ഉമ്മയുടേതാ. മക്കയിലെ പകുതി തോട്ടങ്ങളും മിസ്അബിന്റെ ഉമ്മയുടേതാണ്. അത്രയും വലിയ കോടീശ്വരനായിരുന്ന മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്അബേ, മുഹമ്മദിന്റെ കൂടെ പോയാ 5 നയാ പൈസ പോലും ഞാൻ നിനക്ക് തരില്ലടാ. എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 5 നയാ പൈസ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഉമ്മ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് ധരിച്ചിരുന്ന കമീസ് ഉണ്ടല്ലോ, ആ വസ്ത്രം കൂടെ ഊരുകയാണ്. എന്നിട്ട് ഉമ്മാടെ കാൽ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഉമ്മ, ഇതും ഉമ്മാടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. എനിക്കിതല്ല വേണ്ടത്, എനിക്ക് അല്ലാഹനെയാണ് വേണ്ടത്. എനിക്ക് സർവ്വതും സല്ലാത്തിനെക്കാളും വലുത് അല്ലാഹുവാ. ധരിച്ചിരുന്ന വസ്ത്രം കൂടെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടാടാ മിസ്അബ് നടന്നു പോയത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ഇത് പടച്ചറപ്പ് തരുന്ന പരീക്ഷണമാ. അല്ലാഹനെക്കാളും വലുത് പണമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിനെക്കാളും വലുത് പണമല്ല, പണത്തിനെക്കാളും വലുത് അല്ലാഹുവാ.
അള്ളാഹിന് വേണ്ടി സർവ്വതും വലിച്ചെറിയുമ്പോഴാ നിനക്ക് അല്ലാഹു സ്വർഗം തരുന്നത്. ആ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ മുത്തുനബി പോലെ കരഞ്ഞു പോയടാ പൊന്നുമോനെ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മിസ്അബ് റളിയല്ലാഹു തആല പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി കരയുകയാ. മുത്തുനബിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പോ മിസ്അബ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, മുത്തുനബിയേ എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? നിന്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞതാ മിസ്അബേ. ഇതെന്ത് കോലമാടാ മിസ്അബേ, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ മിസ്അബേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ ആകെ ഒരു പുതപ്പാ പുതച്ചിരുന്നത്. ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്അബ് റളിയല്ലാഹു തആല മുത്തുനബിയുടെ മുന്നിൽ വന്നപ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ച പുതപ്പ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, മിസ്അബേ എന്തിനാ മോനെ നീ ഇങ്ങനെ നടക്കുന്നത്? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ മിസ്അബേ? മിസ്അബ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയെ? സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയെ? ആ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ ഞാൻ ഇതിങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനിയും കീറിയാ തച്ചു വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ നബിയെ. മയ്യത്ത് പുതിയാൻ പോലും തുണിയില്ലായിരുന്നടാ ചെറുപ്പക്കാരാ. ഈ സ്വഹാബിയുടെ മയ്യത്താ. തലമറച്ചപ്പ കാല് വെളിവായി. അവസാനം കഫൻ തുണി തികയാതെ തലമറച്ച് കഫം പൊതിഞ്ഞിട്ട് പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഇന്നുമുണ്ടടാ ചെറുപ്പക്കാരാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കപ്പെട്ട പടച്ചവനെ ആ ഖബർസാനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ മിസ്അബ് തങ്ങളുടെ മയ്യത്ത് പൊതിഞ്ഞത് എങ്ങനെന്നറിയോ? കാല് പൊതിയാ തുണിയില്ലാതെ പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ ഇങ്ങനെ പുല്ലു വെച്ച് കെട്ടിയിട്ടാ മയ്യത്ത് പൊതിഞ്ഞത്. അവസാനം ജനാസ ഖബറിലിറക്കുമ്പോ മിസ്അബ് തങ്ങളുടെ കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങഴിഞ്ഞ് താഴെ വീഴുകയാ. അല്ലാഹുവേ, മുത്തുനബി പോലും കരഞ്ഞുപോയി. സഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. വമിനന്നാസി മയ്യസ്രി നഫ്സഹു ബുതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അതുകൊണ്ട് മക്കളെ, പണത്തിനെ ഇഷ്ടപ്പെടല്ലോ. അല്ലാഹുവേ, സാമ്പത്തികമായി ഞെരുക്കമുള്ള സമയത്ത് നീ അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്. നീ പരാതി പറയല്ലോ, നീ പറഞ്ഞുകൊണ്ട് നടക്കല്ലോ. അത് അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടി നിനക്ക് തന്നിരിക്കുന്ന ഒരു പരീക്ഷണമാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പടച്ചവൻ നിനക്ക് പേടി തരികയാണ്, നിനക്ക് പട്ടിണി തരികയാണ്, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ കച്ചവടങ്ങൾ അല്ലാഹു തകർക്കുകയാണ്. പടച്ചവരെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ മക്കളങ്ങ് മരണപ്പെടുകയോ? നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു നിന്റെ മക്കളെ അങ്ങ് മരിപ്പിക്കുകയോ? താങ്ങാൻ കഴിയുവോ സഹോദരാ? സ്വന്തം മക്കള് മരിച്ചു പോയാ താങ്ങാൻ കഴിയുവോ? പൊന്നുമോനെ, മക്കൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയാത്ത വാപ്പാ, മക്കള് പനി പിടിച്ചാ ഉറങ്ങാത്ത ഉമ്മ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയല്ലേ ഒന്നാമത് വിവാഹം കഴിച്ചത്. പടച്ചവനെ വിവാഹ ജീവിതം തുടങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാവുകയാ. ആദ്യമായിട്ട് ഖദീജ ഗർഭിണിയാകുമ്പോ സന്തോഷം പറയാറില്ലല്ലോ, സന്തോഷം പറയാറില്ലല്ലോ. ആ കുടുംബത്തിന്റെ സന്തോഷം എത്രയോ വലുതായിരിക്കും ചെറുപ്പക്കാരാ. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാ. 40 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത്. അപ്പോഴല്ലേ മുത്തുനബിയിലൂടെ ഗർഭിണിയായത്. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. അങ്ങനെ 9.5 മാസം കഴിഞ്ഞു. അല്ലാഹു അവിടെ നിന്നൊരു പൊന്നുമോനെ കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ഇബ്രാഹിം എന്ന് പേരിട്ടു, ഇബ്രാഹിം എന്ന് പേരിട്ടു. അല്ലാഹുവേ, രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ താഴെ വെക്കാതെ രണ്ടുപേരും ഇങ്ങനെ വളർത്തുകയാ. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹുവേ പാല് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ അങ്ങ് തിരിച്ച് വിളിക്കുമ്പോ അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ചു പോയപ്പോ റസൂലുള്ളാഹിക്ക് പോലും താങ്ങാൻ പറ്റിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പോലും ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുമ്പോ മുത്തുനബി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി ഇരുന്ന് കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറുതെ പറയുന്നതല്ലല്ലോ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, കരയല്ലേ ഖദീജ, കരയല്ലേ ഖദീജ. ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കാനുള്ള ആൾക്കാരെ പോലും അല്ലാഹു സ്വർഗത്തിൽ നിയോഗിച്ച് കളഞ്ഞു. ഖദീജ, കരയല്ലേ ഖദീജ. നാളെ സ്വർഗത്തിൽ വെച്ച് നമ്മുടെ പൊന്നുമോനെ നമുക്ക് കാണാമല്ലോ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു മോനല്ല, ഒരു മോളല്ല, അല്ലാഹുവിന്റെ പ്രവാചകന് ജീവിച്ചിരിക്കുമ്പോ എത്ര മക്കളുടെ മയ്യത്താ ഖബറടക്കിയതെന്നറിയോ? ഒരെണ്ണമല്ല സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ എത്രയോ മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. സ്വന്തം മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തലവേദന വന്നാ സഹിക്കാത്ത വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ എത്ര മക്കളുടെ മയ്യത്തിന്റെ മുകളിലാ മണ്ണ് വാരിയിട്ടത്. സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ മുത്തുനബിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നീ ബദർ യുദ്ധത്തിന് വരണ്ട, തന്റെ പൊന്നാര മകൾ സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രവാചകൻ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നബിയേ, ജന്നത്തുൽ ബഖയിലേക്ക് പോ നബിയേ. പൊന്നുമോളുടെ
മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓടിച്ചെല്ലുമ്പോ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാണണോ നബിയേ, കാണണോ നബിയേ? മുത്തുനബി പറഞ്ഞത് കബറടക്കിക്കൊള്ളാറ് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോലും അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഒരു സഹാബി വരുമ്പോ ഒരു ചെറിയ മകനെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു. പ്രവാചകന് ആ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവാചകൻ ആ സഹാബിയുടെ മകനോട് തമാശ പറയുമായിരുന്നു. പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിൽക്കുമ്പോ വാപ്പ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനെവിടെ? വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, സ്വർഗത്തില് പോകണ്ടേ, സ്വർഗത്തില് പോകണ്ടേ? അല്ലാഹുവേ, നിങ്ങളുടെ പൊന്നുമകൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നില് നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സമാധാനിപ്പിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പയ്ക്കും താങ്ങാത്ത കാര്യമാ, ഒരു ഉമ്മയ്ക്കും താങ്ങാത്ത കാര്യമാ. പക്ഷേ ക്ഷമിച്ചല്ലേ പറ്റൂ. അല്ലാഹു അതിന് പകരം സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവസാനമായിട്ട് അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങള് പടച്ചവനെ രോഗങ്ങളാണ്. ക്യാൻസർ വരുമല്ലോ, ട്യൂമർ വരുമല്ലോ, കിഡ്നി തകരുമല്ലോ, ശരീരം തളരുമല്ലോ, നട്ടല്ലൊടിയുമല്ലോ. പടച്ചവനെ രോഗം പിടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ രോഗികളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട് അവന് ചെയ്തു കൂട്ടിയതിന് പാപത്തിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, രോഗം അല്ലാഹു ഒരടിമയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ക്യാൻസർ രോഗമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രോഗം വരരുതെന്നാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് ആ രോഗം വരരുതെന്നാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ക്യാൻസർ രോഗം പിടിച്ച മനുഷ്യനുണ്ടല്ലോ, നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് ആ ക്യാൻസർ പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത് അല്ലാഹുവേ ക്യാൻസർ തരരുതെന്ന. എന്നാ കേട്ടോ, ക്യാൻസർ രോഗം പിടിച്ച ഒരു മനുഷ്യന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇത് വരാത്തവൻ പറയുവത്രേ, എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ക്യാൻസർ 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. ഈ രോഗം വന്ന് മരിച്ചവന് ഷഹീദിന്റെ കൂലിയ. നാളെ ഒരു ശുഹദാഇന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്ന. നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ ക്യാൻസർ രോഗം പിടിച്ചവനെടാ, നീ ഒരുപാട് വേദന അനുഭവിച്ചവനല്ലേടാ, നിന്റെ പാവക്ക് അല്ലാഹു പുറത്തു നിൽക്കുന്നു, പോടാ കയറി സ്വർഗത്തിൽ. ക്യാൻസർ രോഗം പിടിച്ചവന് കടന്ന് നരകിച്ചതാ. കിടന്ന കിടപ്പി കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോ നമ്മളൊക്കെ പറയും, ഓനൊക്കെ കളിയാക്കും, എങ്ങനെങ്കിലും മരിച്ചാ മതി എന്ന് ദുആ ചെയ്യും. അവൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ. അവൻ ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കാം, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കാം. മരിച്ചു പോകുമ്പോ സ്വർഗത്തിൽ പോകുന്ന രീതിയിൽ അവൻ കടന്നു പോകുന്നത്.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗങ്ങളും ഞാൻ ഇപ്പോൾ വരുമ്പോഴും ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ, ദുആ ചെയ്യ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ പഠിച്ചവൻ എവിടെയും വാതിന് വരും, ഉസ്താദെ നാളെ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകാ ദുആ ചെയ്യാൻ, അല്ലാഹു ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുമോ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു നമ്മുടെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയായി ഈ പരീക്ഷണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാം, നമ്മുടെ ഈമാൻ അള്ളാഹുവിലേക്ക് നമുക്ക് നമ്മുടെ പടച്ച റബ്ബിലേക്ക് മടങ്ങാം, നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാം, അള്ളാഹുവിൻ്റെ ഗൈബിയായ സഹായം നമുക്ക് ചോദിച്ചു വാങ്ങാം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ വേണം, അള്ളാന്റെ സഹായം വേണം. പടച്ച റബ്ബിന്റെ സഹായമില്ലാതെ നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവിടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല, ഇബാദത്ത് കൊണ്ട് കടക്കാൻ പറ്റൂല. അതിനല്ലേ ചരിത്രം പറഞ്ഞത്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്ത്, 500 കൊല്ലം. ഞാനും നിങ്ങൾ ഒരു ദിവസം പോലും ചെയ്യണില്ല. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കടലിൽ, ആ വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു, ഉറങ്ങാറില്ല. ഒരു റുമ്മാമ്പഴം കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ നാളെ അള്ളാഹുടെ കോടതി ചെല്ലുമ്പോ അള്ളാഹു പറയുന്ന, ചങ്ങാതി വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിൽ പൊക്കോ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് പറയാ, നീ വേണമെങ്കിൽ എന്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിൽ പോക്കോ. ഈ ചങ്ങാതി പറയത്ര, അള്ളാഹുവേ 500 നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, 500 കൊല്ലം രാവും പകലും ഒരൊറ്റ റൂമാമ്പഴവും പച്ചവെള്ളവും കുടിച്ചിട്ട് രാവും പകലും 500 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തവനാ, ഈ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാ മതി. ഓൻ വലിയ കാര്യത്തിൽ പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അള്ളാഹു മലക്കുകൾ വിളിച്ചിട്ട് പറയാം, അളന്നു നോക്കാൻ. അവിടെ അമലുകൾ അളന്നു നോക്കി, ഒന്നുമില്ല. അവസാനം 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നുപോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവും ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ 5 കാര്യം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 5 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു, സമയം ഏകദേശം 11:30 ആകാറായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 5 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. എന്ത് വേണം? നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയും. ഒരൊറ്റ കാര്യം, ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? വേണോ വേണ്ടേ എന്നുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്ട്, ഒരു സദക്ക എടുക്ക്. ബക്കറ്റ് എടുക്കറോ? എല്ലാവരും ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിന്റെ അകത്തിട്ടൊരു സദക്കയിട്. ആ സദക്കത്തു റദ്ദുൽ ബല. ഞാൻ ഇത്രയും നേരം ഒരു 6-7 പരീക്ഷണങ്ങൾ പറഞ്ഞു. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നാൽ ക്ഷമിച്ചാ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് ആരാപ്പ ക്ഷമിക്കുക? എടാ, പൈസ കടമായി കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുക അല്ലേ? കടമായി കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ, കച്ചവടം തകർന്ന തൂങ്ങിച്ചാവുക, വിഷമടിക്കുക. ആർക്കാപ്പ ഈമാനുള്ളത്? മൊത്തം തകർന്നു പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബക്കറ്റിന്റെ അകത്തേക്ക് മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്ട, ആ സദക്കത്ത് റദ്ദുൽ ബല. അള്ളാഹു നിന്റെ വിപത്തുകൾ മുഴുവനും തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണു നിന്റെ ശരീരത്തിലുണ്ടോ? എടാ, അത് അത്ര നല്ല രോഗമല്ല. ഈമാൻ നമ്മളെ കൊണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ടതാ. അള്ളാഹുവെ പടച്ചവന് മുഖത്തിന്റെ മാംസം നഷ്ടപ്പെട്ടു പോയൊരു സഹോദരൻ, ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്ന സഹോദരൻ കാണാൻ പോയപ്പോ
അള്ളാഹു എവിടെ നിന്ന് ഭാര്യ കൈകിനെ കെട്ടിയിട്ടിരിക്കുക, ചോദിക്കുമ്പോൾ പറയാ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കും ഉസ്താദ്, വേദന സഹിക്കാൻ പറ്റണില്ല. പലരും ആത്മഹത്യ ചെയ്തു പോകുന്നു. അള്ളാഹുവെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ വന്നുപോയ വല്ലാത്ത പ്രയാസമാ സഹോദര. അസ്സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ ബക്കറ്റിന്റെ അകത്തിട്. നിന്റെ സർവ്വ ഷർറും മാറാൻ, നിന്റെ സർവ്വ മുസീബത്തുകളും മാറാൻ, നിന്റെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, എല്ലാ സിഹറും മാറാൻ മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദഖ. അപകട മരണങ്ങൾ, എത്രയോ അപകട മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുമ്പോൾ, ഒരാൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് അവന്റെ തലയിൽ വലത് കൈ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് വലത് കൈ തലയിൽ വെച്ചിട്ട് ഖുർആനിലെ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ആ യാത്രയിൽ അവൻ അപകടമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്ത് തലയിൽ കൈവച്ച് ഓതിയിട്ട് വാഹനത്തിൽ കയറിയ അന്ന് നിനക്ക് അപകട മരണം ഉണ്ടാകില്ല ആ യാത്രയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഭക്ഷണം തന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഖുർആനിലെ ഈ 2 ആയത്ത് ഓതിയ അള്ളാഹു മരിക്കുന്ന കാലം വരെ അവന് പട്ടിണി കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ ആയത്ത് ഓതി പഠിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ നൽകു. അള്ളാഹുവേ, പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. എല്ലാ സിർറുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാന്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. കടക്കാരായി മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹുവേ, ഇവരുടെ സ്വത്തിനും ഇവരുടെ സമ്പാദ്യത്തിനും ഇവരുടെ വീടിനും ഇവരുടെ കുടുംബത്തിനും ഈ സദഖ കൊടുക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള 5 നല്ല വഴികൾ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഞാൻ പറയുന്നത് ഹദീസല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ 5 നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണ ലഭിക്കാറ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാറ്, അല്ലാഹുവിന്റെ സഹായം ലഭിക്കാറ്, അല്ലാഹുവിന്റെ കാവലുണ്ടാകാറ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന 1ാമത്തെ വഴി എന്തെന്നറിയുമോ? മനുഷ്യ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ സമാധാനത്തോടുകൂടി, പടച്ചവനെ, നീ നിശബ്ദനായിരുന്ന് ആ ഖുർആൻ ഓതുന്നത് നീ കേൾക്കണേ. ആ ഖുർആൻ പറയുന്നത് നീ കേൾക്കണേ. കേട്ടാൽ നിനക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നത് ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കുന്നവരാണ്. പക്ഷേ പരിഗണന നൽകാറില്ലല്ലോ. ഈ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഒരു പരിഗണന പോലും ഞാനും നിങ്ങളും നൽകാറില്ലല്ലോ. ആ ഖുർആനിനെ നമ്മളിൽ പലരും ബഹുമാനിക്കാറില്ല, ആദരിക്കാറില്ല, അതിന് നൽകേണ്ട പരിഗണന നൽകാറില്ല. എങ്കിലും നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു
ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങൾ പറയുകയാണ് 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താമാരും കാക്കാമാരും കേട്ടോ, എല്ലാരും കേട്ടോ. 6 സമയങ്ങളിൽ എടാ സുഖമാണോ എന്ന് വെച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. പെണ്ണും പിള്ളയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടടാ, ആഫിയത്തുണ്ടോടാ ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. കള്ളുപിടിയും പെണ്ണുപിടിയും ഒന്നും ചോദിക്കണ്ട. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവന്റെ 40 കൊല്ലം ചെയ്തത് മുഴുവനും ഖത്തം ഹോഗയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അമിന സുഖാണോടി, ഫോൺ വന്ന് സുഖമാണോടി, പോയി 40 കൊല്ലം നീ കഷ്ടപ്പെട്ടത് പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഅദിന്റെ സദസ്സിലൊക്കെ ചിലര് വണ്ടിക്കകത്ത് കയറിയ ഖുർആൻ ഇട്ടുകൊണ്ടിരിക്കും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്ന സമയത്ത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് മിണ്ടാതെ നിന്ന് നീ കേൾക്കണം. എന്താ ഖുർആൻ പറയണേ, എന്താ അതിന്റെ അർത്ഥം കേൾക്കാൻ വേണ്ടി. എന്തിനാ നീ ഖുർആൻ ഇടുന്നേ? അതുകൊണ്ടാണല്ലോ ഈ വഅദിന്റെ സദസ്സുകളിൽ ഖുർആൻ ഇടാൻ പാടില്ല എന്ന് ഉസ്താദന്മാർ പറയണേ. വഅദൊക്കെ വെച്ച് കഴിയും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നാട്ടുകാർ മുഴുവനും അവനവന്റെ ചിന്ത നടക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഇടാൻ പാടില്ല പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആനിനെ മാത്രം ശ്രദ്ധിക്കുക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ച് മാറ്റി വെച്ചിട്ട് നീ സംസാരിക്കാവൂ. തുറന്നു വെച്ചുകൊണ്ട് തന്നെ പള്ളിക്കകത്തിരുന്നിട്ട് സംസാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ, ഖുർആനെ ഒളുവില്ലാതെ തൊടാൻ പാടില്ല. എനിക്കറിയാലോ, ഖുർആൻ ഒളുവില്ലാതെ തൊടാൻ പാടില്ല, മദ്രസയെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്ത്? ഖുർആൻ തൊടാം. ആർക്ക് തൊടാം ഖുർആൻ? ആർക്കാപ്പ ഖുർആൻ തൊടാൻ പറ്റുന്നത്? ചെറിയ കുട്ടികൾക്ക്. എപ്പോ? ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. ഇപ്പൊ ഉമ്മ പറയണ്ട, ചെറിയ മക്കളോട് പറയും ഖുർആൻ എടുത്തിട്ട് വേണം. അവൻ എന്താ ഇൽമു പഠിക്കാനാ ഖുർആൻ എടുത്ത്? അല്ല, നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ കളിയും തമാശയും. മാതാപിതാക്കൾ പറയും ഒതുവില്ലാത്തതുകൊണ്ട് എനിക്ക് തൊട്ടുകൂടാ, ചെറിയ കുട്ടികൾക്ക് തൊടാം. ഇല്ലേ? എപ്പോ തൊടാം? അവിടെ നോക്കേണ്ടത് ചെറിയ കുട്ടികൾക്ക് ഖുർആൻ തൊടാം. എപ്പോ? അവന് പഠിക്കുന്ന സമയത്ത് തൊടാം. അങ്ങനെ മുഫസ്സിരീങ്ങൾ, മഹാന്മാര് വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഖുർആൻ കളിയല്ല. ഒതുവില്ലാതെ പോയി എടുക്കണ താത്താമാരുണ്ട്. ഒതുവില്ലാതെ പോയിട്ട് എടുക്കാൻ പാടില്ല. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക്, മദ്രസയിൽ ഒരു കുട്ടിക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഖുർആൻ എടുക്കാം, ഒതുവില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവൻ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒതുവില്ലാതെ എടുക്കാൻ പാടില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നു. അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നത്, ഒരുപാട് കേൾക്കുന്നത്, പള്ളിയിലെ ഖതീബ് ഓതുന്നു, ഉസ്താദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നു, പോയി പുറകെ നിൽക്കണല്ലാതെ ആ ഓതുന്നത് എന്താണെന്ന് ഞാനോ നിങ്ങളോ ചിന്തിക്കാറുണ്ടോ സഹോദര? ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമുക്കറിയോ? നമ്മളൊക്കെ ആലോചിക്കും, നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, എപ്പോഴും സ്വർഗവും നരകമൊക്കെ പറയുമല്ലോ, ഈമാന്റെ കാര്യം പറയുമല്ലോ. അപ്പാ ഫാത്തിഹയുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയോ നമുക്ക്? ആലോചിക്കുക. നമ്മളാ മുസ്ലിമീങ്ങൾ അല്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ, ഒരു സൂറത്തിന്റെ അർത്ഥം കാണാതെ അറിയണ എത്ര പേരുണ്ട് നമ്മളിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗതികേട് നമ്മൾ ചിന്തിക്കുക. അതാ ഖുർആൻ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഖൻ മിൻ ഖശിയത്തില്ലാഹി വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ വെറുതെ അല്ല. അതുപോലെ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ പേടിച്ചിട്ട് പർവ്വതം തന്നെ പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ നമ്മളതിന് ബഹുമാനമില്ല, ഒതുവില്ലാതെ എടുക്കും. അതിങ്ങനെ പൊടിയടിച്ചിരുന്നാൽ തുറന്നു പോലും നോക്കാറില്ല, പൊടി തുടയ്ക്കാറില്ല. വീട്ടിൽ ആരെങ്കിലും മരിക്കണം അതൊന്നും എടുക്കാൻ. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, അതിൻ്റെ മഹത്വം അറിയൂ. എടാ ചങ്ങാതി, ആ ഖുർആൻ ഓതുമ്പോൾ ഒരു ആയത്തുകൾ, അല്ലാഹുവേ എത്ര മഹത്വമേറിയ ആയത്തുകൾ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കാത്തതുണ്ട്. 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. എന്തേ മനസ്സിലാക്കാത്ത? വല്ലാത്ത അർത്ഥങ്ങൾ അതിനകത്ത്. പടച്ചവനെ, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്. സൂറത്തു തക്കാസുർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തു തക്കാസുർ, അൽഹാഖു മുത്തക്കാസുർ എന്ന് പറയുന്ന 6 വരിയുള്ള 5-6 വരി മാത്രമുള്ള ആ സൂറത്ത് ആരെങ്കിലും ഓതിയ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖുർആനിലെ ഒറ്റ സൂറത്ത് ഓതിയ സ്വർഗമുണ്ട്. ഒറ്റ ഒരു സൂറത്ത് ഓതിയ, എന്തിന് ഒരായത്ത് ഓതിയ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർഗം വേണോ? അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി.
അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തോതിയ എല്ലാ ദിവസവും ആരോതുന്നുണ്ടോ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാം, ഒരു സൂറത്തോതിയ സ്വർഗത്തിൽ പോകാം. പക്ഷെ നമ്മളിൽ ആരാ ഓതുക? എത്രയോ സൂറത്തുകൾ എനിക്കും കാണാതറിയാം, നിങ്ങൾക്കും കാണാതറിയാം. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കണ സമയത്ത് ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ. പക്ഷെ ഓർമ്മയുണ്ടോ സഹോദര? ഈ ഇരിക്കണ പെണ്ണുങ്ങൾ ടിക്ടോക്കിന്റെ പുറകിലല്ല. എല്ലാത്തിനും സിനിമാ ഗാനങ്ങൾ അറിയാം, എല്ലാത്തിനും ആൽബ പാട്ടുകൾ അറിയാം. പക്ഷെ മദ്രസയിൽ പഠിച്ച വല്ലുഹയ്ക്ക് താഴോട്ടുള്ളത് എത്ര സൂറത്തുകൾ കാണാതെ ഓതാൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് മുഴുവനും പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, വേണോ? വേണം നബിയെ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്ക് തടസ്സമായി വഴിയിൽ കിടക്കുന്ന കല്ലുകൾ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പൊടിയെടുത്ത് നീ വെളിയിൽ കളഞ്ഞ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പള്ളിയിലെ മുഅദ്ദിനെടുക്കട്ടെ എന്നല്ല, നിന്റെ കണ്ണി കണ്ട നീ എടുത്തു കള. സഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം, നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവെ, സഹാബത്തിന്റെ എല്ലാവരും മിണ്ടായിരിക്കുക. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പറയാൻ. നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. കുറച്ചുപേര് മിണ്ടാതിരുന്നു. കുറച്ച് സഹാബത്ത് പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നരകത്തിലേക്ക് എളുപ്പം പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാണെന്ന് വിചാരിച്ചോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് മദ്രസയിൽ വല്ലുഹായിക്ക് ഒരു ജുസുവൊക്കെ പോകട്ടെ, ആ വല്ലുഹായിക്ക് താഴെയുള്ള അല്ലെങ്കിൽ അലന്തറയ്ക്ക് താഴെയുള്ള ഒരു 10 സൂറത്തെങ്കിലും എല്ലാ മദ്രസകളിലും കാണാതെ പഠിപ്പിക്കുമല്ലോ, സമസ്തയിലൊക്കെ പഠിപ്പിക്കുമല്ലോ. എത്ര എണ്ണം മറന്നുപോയി സഹോദര? ഓർമ്മയുണ്ടോ? വീട്ടിൽ പോയിട്ട് പഠിക്കട ചങ്ങാതി. നരകത്തിലടാ. ഒരൊറ്റ സൂറത്തും മറന്നുപോയി, ഒരു സൂറത്തല്ല ഒരായത്ത് നീ മറന്ന നരകത്തിലാ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ പടച്ച റബ്ബ് നിന്നെ സഹായിക്കണോ? അള്ളാഹുവിന്റെ സ്നേഹം നിനക്കും നിന്റെ കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും വേണോ? ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. തമാശയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മരണത്തെ കുറിച്ച് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്തിനാ സഹോദര വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരിക്കുമല്ലോ, ഉസ്താദന്മാര് ഒരുപാട് സൂറത്തുകൾ ഓതുമല്ലോ. പഠിച്ചവനെ നീ എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ അതിന്റെ അർത്ഥം അങ്ങ് ചിന്തിക്കാത്തത്? ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തന്നില്ലെങ്കിലും ഒരുപാട് കേട്ട് 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 നിനക്ക് പരിചയമുണ്ടല്ലോ. അൽഹാഖുമുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നവന് സ്വർഗമുണ്ട്. പക്ഷേ വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതിയാ പോരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ സൂറത്ത് ഓതുമ്പോ കരയണേ സഹാബാ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. കരച്ചൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ സഹാബാ. തങ്ങളെ സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാഖുമുത്തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കരഞ്ഞുകൊണ്ടോതിയാൽ, അത് ഓതുന്ന സമയത്ത് കരയുന്നവനെ പോലെ അഭിനയിച്ചാൽ അല്ലാഹു സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ആർക്കാ സ്വർഗം വേണ്ടത്? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമാക്ക ചെറുപ്പക്കാരാ. എന്റെ ഉമ്മമാര്, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് നീ നിത്യമാക്കിയ അല്ലാഹുവേ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി മുതൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് ചിന്തിക്കണേടാ പൊന്നുമോര്. യാസീൻ ഓതുമല്ലോ എന്റെ ചെറുപ്പക്കാരി, യാസീൻ ഓതുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അത് ഓതുന്ന സമയത്ത് നീ ഒരുപാട് ആയത്തുകൾ പേടിക്കേണ്ട ആയത്തുണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് ഞാനൊരു ചരിത്രം പറയാ, എന്നിട്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും.
അവസാനിപ്പിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാ, സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ട് മരിക്കണമെങ്കിൽ ഖുർആനിലെ 2 ആയത്ത് ഓതിയാ മതിയല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാർ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ആ ചെറുപ്പക്കാരന് പടച്ചറപ്പിനെ വല്ലാത്ത പേടിയാ. ആ ചെറുപ്പക്കാരൻ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഉൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. എന്തേ ഖുർആൻ പറയുന്നത്? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുമായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ചാരികസേരയിൽ ഇരുന്ന് സുഖിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ടില്ലടാ പൊന്നുമോര്. ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ ചെറുപ്പക്കാരൻ നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവരോട് ദുആ ചെയ്യുന്നു. എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാടല്ലാ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാടല്ലാ. എനിക്ക് ആ പെണ്ണിനെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണണം റബ്ബേ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാടെന്ന് എനിക്ക് കാണണം തമ്പുരാന്. അവിടുന്ന് കരഞ്ഞു ദുആ ചെയ്തു. അവസാനം റബീ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. ആരാ? മൈമൂനത്തുൽ മിസ്രിയ. അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ കണ്ടപ്പോ അവിടുന്ന് ഓടുകയാണ്. പടച്ചവരെ പോവുകയാണ്. തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണാൻ പോവുകയാണ്. കാമുകിയെ കാണാനല്ലടാ ചെറുപ്പക്കാരാ, തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയെ കാണാൻ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നുപോയി. അവസാനം ആ പെണ്ണിന്റെ നാട്ടിലെത്തി. പടച്ചവരെ, അവിടുന്ന് അതാ മൈമൂനയെ കുറിച്ച് ചോദിക്കുകയാണ്. വലിയ മഹാനാണല്ലോ. എല്ലാവരും ഓടി വന്നു, കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. റബീഅ ചോദിക്കുകയാണ്, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ടല്ലോ. പടച്ചവരെ, ജനങ്ങളെ തെരഞ്ഞു നടക്കുകയാ. അവസാന വൈകുന്നേര സമയമായപ്പോ അവര് വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ നാട്ടിലാകെ 3 മൈമൂനമാരേ ഉള്ളൂ. അവര് 3 പേരും മോശമായ ജീവിതം നയിക്കുന്നവരാ. അവര് 3 പേരും മോശമായ ജീവിതം നയിക്കുന്നവരാ. നിങ്ങൾ തിരയുന്ന ഒരു മൈമൂന ഈ നാട്ടിലില്ല. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞില്ല. മൈമൂന എന്ന് പേരുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്. ആ സമയത്ത് അവിടെ നിന്നൊരു മനുഷ്യൻ പറഞ്ഞു, റബീഅ, ഒരു ഭ്രാന്തിയായ മൈമൂനയുണ്ട്. ഒരു ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണുണ്ട്. അവള് ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടുന്നവളാ. അവിടുന്ന് റബീഅന് മനസ്സിലായി തന്റെ ഭാര്യയായ മൈമൂന അവളാട്. അവിടുന്ന് ചോദിച്ച്, എവിടെയാണുള്ളത്? രാത്രിയാകുമ്പോ ഇറങ്ങി വരാറുണ്ട്. ഈ പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് കഴിയുന്നത്. അങ്ങനെ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയെ കാണാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂന നമസ്കാരത്തിലാ. മൈമൂന നമസ്കാരത്തിലാ.
അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. പഠിച്ചവര് മൈമൂനത്തിൽ മിസ്രിയദാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞു. റബിയ സലാം പറഞ്ഞു. മൈമൂനെ അവിടുന്ന് സലാം അടക്കി. അവിടുന്ന് പേര് പറഞ്ഞിട്ടാണ് സലാം അടക്കിയത്. മൈമൂന പേര് പറയുന്നത് കണ്ടപ്പോ റബിയ ചോദിക്കുകയാ, എന്നെ എങ്ങനെ മനസ്സിലായി? എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്നതല്ലൂ, സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്നതല്ലൂ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂനത്തിൽ മിസ്രിയ പറയുകയാ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങളൊരാഗ്രഹം സാധിച്ചു തരുമോ? എന്തേ പെണ്ണ്? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന എന്ന പെണ്ണ് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് ഓതി തരുമോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് എനിക്കൊന്ന് ഓതി കേൾപ്പിക്കുമോ? എനിക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. അല്ലാഹുവേ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് അല്ലാഹുവിന്റെ ശുദ്ധമായ ഖുർആൻ എടുത്തു. തന്റെ സ്വർഗത്തിലെ ഭാര്യയാണല്ലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയാണല്ലോ, ആ പെണ്ണിന് കേൾക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. എന്നിട്ടൊരു സൂറത്ത് ഓതുകയാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് വേണ്ടി ഓതിക്കൊടുത്ത ആയത്ത് ഏതെന്നറിയോ? ഏത് സൂറത്തെന്നറിയുമോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗനൻ സഖീലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. മൈമൂന എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ മഹ്ദിയുണ്ടല്ലോ, അതാ റബിയ എന്ന് പറയുന്ന തന്റെ സ്വർഗത്തിലെ ഭർത്താവ് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചുറപ്പേ, ഇങ്ങനെ ഓതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതുമ്പോ മൈമൂന എന്ന് പറയുന്ന പെണ്ണങ്ങ് പിടഞ്ഞു വീഴുകയാ. അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. പടച്ചവരേ, അല്ലാഹുവേ, മൈമൂന തളർന്നു താഴെ വീണു. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പിന്നെ അനങ്ങാ കഴിയുന്നില്ല. അല്ലാഹുവേ, രണ്ടുപേരും തളർന്നു വീഴുകയാണ്. കാരണം ഊതിയായത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവേ, നരകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, ആ നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച് പറയുന്ന ആയത്തോതിയപ്പോ പെണ്ണ് കാണാൻ പോയവനും പുതുമണവാട്ടിയും രണ്ടുപേരും താഴെ കിടക്കുകയാ. മൈമൂന എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ പെണ്ണ് പറയുകയാ, റബിയ, ഒരിക്കൽ കൂടെ ആയത്തിനിക്കൊന്ന് ഓതിത്തരുവോ റബിയ? റബിയ എന്ന് ചെറുപ്പക്കാരൻ പറയുകയാ, എനിക്കതിന് കഴിയില്ല. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു, എന്റെ അഭിലാഷമാ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, ഒരേ ഒരു പ്രാവശ്യം ഓതിത്താ റബിയ. അവസാനം റബിയത്ത് ബിഅസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ഈ ആയത്തുണ്ടല്ലോ, ഇന്നലദൈനാ
നകാലം വജഹീമാ. ഈ ആയത്ത് രണ്ടാമതങ്ങ് ഓതുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂന എന്ന് പറയുന്ന മഹദിയുണ്ടല്ലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, നിന്നെ പോലെ വികാര വിചാരമുള്ള ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള, നിന്നെക്കാളും സുന്ദരിയായിരുന്ന, നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന മൈമൂന എന്ന് പറയുന്ന മഹദിയുണ്ടല്ലോ, ഈ ഖുർആനിലെ ആയത്തങ്ങ് കേട്ട് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ അനങ്ങുന്നില്ല, പിന്നെ ചലിക്കുന്നില്ല. തന്നെ സ്വർഗത്തിലെ ഭർത്താവിനോട് സലാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ഒറ്റ ഒരായത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി പെങ്ങളെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതാടാ ഖുർആൻ, ഇതാടാ ഞാനും നിങ്ങളും കളിക്കുന്ന ഖുർആൻ. ഇതല്ലേ ഉളുവില്ലാതെ തൊടുന്നത്, ഇതല്ലേ തമാശ പോലെ നമ്മൾ തള്ളിക്കളയുന്നത്. ഈ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോഴല്ലേ നമ്മൾ സിനിമ കാണുന്നത്, പാട്ട് കേൾക്കുന്നത്, ഫോൺ വിളിക്കുന്നത്, ദുനിയാവിന്റെ കാര്യങ്ങൾ പറയുന്നത്. സഹോദരാ, കളിയല്ലടാ മോര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണോ, ആ ഖുർആനിനെ ആദരിക്കണോ, ആ ഖുർആനിനെ ബഹുമാനിക്കണോ, ആ ഖുർആനിനെ ഒന്നുമില്ലാതെ തൊടാ പാടില്ല. ആ ഖുർആൻ ഓതുന്ന സമയത്ത് നീ സംസാരിക്കരുത്. ആ ഖുർആനിനോട് കാണിക്കേണ്ട ബഹുമാനവും ആദരവും നീ കാണിക്കണോ, എങ്കിൽ അല്ലാഹു നിന്നോട് കരുണ കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ നീ എത്ര വലിയ ഭാഗ്യവാനാണ്. പിന്നെ നിനക്കൊരു ഭയവും വേണ്ടല്ലോ, നിനക്കൊരു പേടിയും വേണ്ടല്ലോ. അല്ലാഹു കരുണ ചെയ്തവനല്ലോ. നിനക്ക് ഈമാനോട് കൂടിയുള്ള മരണം കിട്ടുമല്ലോ. ഖബറിന്റെ അകത്ത് നിനക്ക് ശിക്ഷയില്ലല്ലോ. നാളെ പരലോകത്ത് നിനക്ക് വിചാരണയില്ലല്ലോ. സിറാത്തിനെ നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം, അല്ലാഹുവിന്റെ കരുണ കൊണ്ട് നിനക്ക് റബ്ബ് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇന്ന് മുതൽ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കടാ മക്കളൂ. ഏതായത്ത് കേട്ടാൽ ഒരു പേടിയോടെ കേൾക്കണേ, അലസതയോടുകൂടി കേൾക്കല്ലോ. ആ ഖുർആനിന് നൽകേണ്ട ബഹുമാനം നൽകിയാൽ, ആദരവ് നൽകിയാൽ അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പേ, ആ ഖുർആനിനോടുള്ള ആദരവ്, ആ ഖുർആനിന് നൽകേണ്ട സ്ഥാനം മരിക്കുന്ന കാലം വരെ നൽകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമ തരണേ അല്ലാഹ്.